നമസ്കാരം സാർ. ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു PV വേഴ്സസ് PV വാർത്താ സമ്മേളനങ്ങളാണ്. ഇത് എവിടെ ചെന്ന് നിൽക്കും എന്ന ഒരു ഉത്കണ്ഠയിലാണ് മലയാളികളെല്ലാം, രാഷ്ട്രീയ ബോധമുള്ള മലയാളികളെല്ലാം. അപ്പോൾ ഇനി PV അൻവർ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ, നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുമോ? അങ്ങനെയാണെങ്കിൽ CPM ബ്രാക്കറ്റിൽ A, കോൺഗ്രസ് ബ്രാക്കറ്റിൽ അൻവർ, അതെ അൻവർ ലീഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ടോ? സാർ എന്താണ് കരുതുന്നത്? പിണറായി വിജയൻ എതിരെ അല്ലെങ്കിൽ കേരളത്തിലെ LDF മുന്നണിക്കെതിരെ, സർക്കാരിനെതിരെ ഏറ്റവും അവസാനം PV അൻവർ പറഞ്ഞു നിർത്തുന്നത് സംഘപരിവാർ പിന്തുണ, സംഘപരിവാർ ബന്ധമാണിപ്പം ഒടുവിൽ ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഈ മലബാറിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ കഴിഞ്ഞങ്ങോട്ടുള്ള ജില്ലകളില് ഈ സംഘപരിവാറിനെ പ്രീണിപ്പിക്കുന്നുവെന്ന ആക്ഷേപത്തിൽ ഓൾറെഡി നിൽക്കുന്ന കുറച്ച് മുസ്ലിം നേതാക്കന്മാരുണ്ട്. അപ്പൊ അവരെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് CPM-നെതിരെ അവരെ കൂടി തിരിച്ചുകൊണ്ട് ഒരു ലീഗ് അനുകൂല EK സമസ്ത വിഭാഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ PV അൻവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അതിനകത്തിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാന്തപുരം വിഭാഗവും സമസ്ത വിഭാഗവും നേരത്തെ തന്നെ പിണറായി വിജയൻ സർക്കാരിന് എതിരാണ്. അപ്പം സ്വാഭാവികമായിട്ടും PV അൻവറിന്റെ പോക്ക് മലബാർ മേഖലയിൽ ഒരു ആന്റി LDF മൂവ്മെന്റ്, സംഘപരിവാറിനെ എതിർക്കുന്നത്, അവിടെ മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ സംഘപരിവാറിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. അങ്ങനെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അൻവർ ലക്ഷ്യം വെക്കുന്നത്. ഈ VS അച്യുതാനന്ദൻ 2004 പാർട്ടി സമ്മേളനത്തിൽ പിണറായി വിജയൻ അവരുടെ മേൽ വിജയം കൈവരിച്ചതിന് ശേഷം 2006 തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ പല കോട്ടകളും വെട്ടിപ്പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് CPM-ന് തുടക്കം കുറിക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞ 2004 സംഘടനാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ആഭിമുഖ്യമുള്ള പിണറായി പക്ഷം പാർട്ടി പിടിച്ചെടുത്തതിന് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം 2024 ഇതൊരു വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ CPM-നെ എത്തിച്ചിരിക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു പ്രതിസന്ധിയിൽ പെട്ടു എന്നുള്ള ഒരിക്കലും ഇതിന്റെ മുൻനിര CPM-ന്റെ ഉന്നത നേതാക്കന്മാർക്ക് പലപ്പോഴും അറിയാം. ഈ PV അൻവർ തുറന്നു വിട്ടിരിക്കുന്ന രാഷ്ട്രീയ ബോംബ്, അല്ലെ PV അൻവർ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് CPM-ന് എതിരാണെന്നും ഇത് CPM-നെ ഒരുപാട് മലബാർ മേഖലയിൽ ദുർബലപ്പെടുത്തുമെങ്കിലും അറിയാമെങ്കിൽ പോലും പൊതുവെ CPM-ന്റെ ഒരു അടവ് നയത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ CPM-ന്റെ ഒരു ബുദ്ധിപരമായ പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമായി അവര് ഇതിനെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചന്തമുക്കിലെ ഇന്നലെ നടന്ന പരിപാടി CPM-നെ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ CPM-ന് ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലാണ്. വരും ദിവസങ്ങളിൽ ഇത് കുറച്ചുകൂടി ശക്തമാവുകയും ഇപ്പം CPM-ന്റെ ഒരു സമയത്ത് CPM-ന്റെ ഒപ്പം നിന്നിരുന്ന ഈ PT റഹീം, അല്ലെങ്കിൽ പിന്നെ KT ജലീല്, അതുപോലുള്ള CPM-വുമായി ബന്ധമുണ്ടായിരുന്നവരെ കൂടി ചേർത്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ PV അൻവർ ആരോപിച്ച ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ ഇതിൽ എന്തെങ്കിലും തുടരന്വേഷണങ്ങൾ, അതായത് മലപ്പുറത്തെ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ഇനി എന്തുണ്ടാവുമെന്നാണ് സർ കരുതുന്നത്? യഥാർത്ഥത്തിൽ ഇത് PV അൻവറിന്റെ ലക്ഷ്യം LDF, കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ നന്നാക്കാമെന്നോ, അല്ലെങ്കിൽ മലബാർ എയർപോർട്ട് വഴിയുള്ള സ്വർണ്ണക്കടത്ത് തടയുകയോ പോലീസിലെ ക്രിമിനലുകളെ ശുദ്ധീകരിക്കുകയോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ.
ഒരു സമയത്ത് ഒരു സമയത്ത് ഈ CPM പോലുള്ള ഒരു വലിയ പാർട്ടി, നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും CPM ഒരു വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി. ഒരു കൃത്യമായ അജണ്ടയിൽ കൂടി പോയി കൃത്യമായി സംഘടനാവർക്കുള്ള പാർട്ടിയുടെ അണികൾ, നേതാക്കന്മാർക്ക് തൊട്ട് താഴെ തട്ടിലുള്ളവർ വരെ ഒരേ അഭിപ്രായത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. PV അൻവറിനെ PV അൻവറും തമ്മിൽ ബദ്ധവൈരികളായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു കാലമായി. അപ്പൊ PV അൻവറിന് സ്വാഭാവികമായിട്ടും ആ പൊളിറ്റിക്സിൽ ഇനി രക്ഷയില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനുവേണ്ടി മുൻകൂട്ടി ബുദ്ധിമാനാണ് PV അൻവർ, ബുദ്ധിമാനാണ്. അപ്പൊ അൻവർ അതിന് പറഞ്ഞു വെക്കുന്നത് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു നിയമസഭാ സാമാജികൻ, ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൃത്യമായ അജണ്ടയുണ്ട്. അദ്ദേഹം പറയുന്നു, സുജിത് ദാസ് കുഴപ്പക്കാരനാണ്, കസ്റ്റഡി മർദ്ദന കേസിൽ അയാളാണ് അതിന് ഉത്തരവാദി, SP ശശിധരൻ മുസ്ലിം വിരുദ്ധനാണ്, CPM ജില്ലാ സെക്രട്ടറി മോഹൻദാസ് RSSകാരനാണ്, ഈ സുജിത് ദാസ് RSS ബന്ധമുള്ള ആളാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ PV അൻവർ പറയുന്നതിനകത്തെല്ലാം ചെന്നെത്തുന്നത് ഒരു RSS ബന്ധത്തിലാണ്. യഥാർത്ഥത്തിൽ PV അൻവറിന് അറിയാം ഇത് RSS അല്ല, ഒന്നുമല്ല എന്നുള്ള കാര്യം PV അൻവറിന് അറിയാം. ADGP എന്ന് പറഞ്ഞ ADGP രാഷ്ട്രീയ സ്വയം സേവക സംഘം ഏറ്റവും വലിയൊരു പ്രസ്ഥാനമാണ്. അതിനകത്ത് ഗവർണർമാരും ചീഫ് സെക്രട്ടറിമാരും ക്യാബിനറ്റ് സെക്രട്ടറിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ DGPമാരും ഒക്കെ പോയി RSS മേധാവികളെ കാണും. അപ്പൊ RSS എന്ന് പറഞ്ഞ RSSന്റെ പ്രത്യയശാസ്ത്രത്തെ അല്ല ഞാൻ പറഞ്ഞത്. RSS എന്ന് പറഞ്ഞാൽ RSSന്റെ അഖിലേന്ത്യാ സംഘടനാ കാര്യദർശി തൊട്ട് ബൗദ്ധിക പ്രമുഖന്മാരടക്കം അല്ലെങ്കിൽ പ്രചാരകന്മാരെ ഒക്കെ പല കാലഘട്ടങ്ങളിൽ പല അവസരങ്ങളിൽ പല DGPമാരും ADGPമാരും ഒക്കെ കാണും. ഇത് പക്ഷേ അൻവർ ടാർഗറ്റ് ചെയ്യുമ്പോൾ ADGP MR അജിത് കുമാർ തൃശ്ശൂരിൽ പോയി RSSന്റെ നേതാവിനെ കണ്ടു സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് എവിടെ അതിനൊരു മാർക്കറ്റ് ഉണ്ട്. മലപ്പുറം പോലുള്ള ഒരു ജില്ലയിൽ അതിന് വലിയ മാർക്കറ്റ് ഉണ്ട്. ഇന്നലെ അയാൾ ചന്തമുക്കിലെ പ്രസംഗത്തിലും പറഞ്ഞതാണ്, 2036 കേരളത്തിൽ BJP ഭരിക്കുന്ന സ്റ്റേറ്റ് ആവും. അങ്ങനെ പറഞ്ഞ് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു വലിയ ത്രട്ട് ഉണ്ടാക്കി ഈ RSSനെ എതിർക്കുവാൻ അല്ലെങ്കിൽ BJPയെ എതിർക്കുവാൻ. ഒന്നാതെ മലബാർ മേഖലയെ തൊട്ട് കേരളത്തിലെ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മേഖലയിലും മൈനോറിറ്റീസിനിടയ്ക്ക് RSS വരാൻ പോകുന്നു പറഞ്ഞ ഒരു ഭീഷണി. ആ ഭീഷണി സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. RSS BJPയെ പോലുള്ള അല്ലെ RSSനെ പോലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെ ഒരു രാഷ്ട്രീയ സംവിധാനം ഭരണത്തിന്റെ ഭാഗമാകുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ത്രട്ടുണ്ട്. സ്വാഭാവിക ത്രട്ട് റിയാലിറ്റിയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അയാളോടൊപ്പം ഇത്രയും പേരെ അദ്ദേഹത്തിന് കൂട്ടാൻ സാധിക്കും. അങ്ങനെ കൂട്ടുക വഴി അതൊരു വലിയ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആക്കി മാറ്റാൻ പറ്റും. ആ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. പക്ഷെ അൻവറിന്റെ ഈ ലക്ഷ്യം മനസ്സിലാക്കുന്നതിനകത്ത് CPMന്റെ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന CPMന്റെ പല നേതാക്കന്മാർക്കും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു കാര്യം, ഈ PV അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് പല ആരോപണങ്ങളും ഉന്നയിച്ചത്. അപ്പോൾ ഈ CPMൽ തന്നെ മുഖ്യമന്ത്രി പിണറായിയുടെ ഒരു അപ്രമാദിത്വത്തിനെതിരെ ഒരു വികാരം CPMനുള്ളിൽ തന്നെ ഒരു വലിയ വിഭാഗത്തിനുണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഈ PV അൻവറിന്റെ പിന്നിലുണ്ടായ ഈ ഇത്രയധികം ശ്രോതാക്കൾ ഉണ്ടായതും PV അൻവറിന്റെ പുറകിൽ ഇത്രയും പേര് അണിനിരന്നതും ശരിക്കും CPM പിണറായി വിരുദ്ധത ഉള്ളിലുള്ള CPMകാരും ഉൾപ്പെടുന്നുണ്ട്. ഇത് CPMനെ എങ്ങനെ ബാധിക്കുമായിരിക്കും? CPMനെ പോലുള്ള BJPയിൽ സംസ്ഥാന പ്രസിഡന്റിനെതിരെ നിൽക്കുന്ന കണക്ക് അല്ല. കോൺഗ്രസിൽ KPCC പ്രസിഡന്റിനോ രമേശ് ചെന്നിത്തലയ്ക്കോ പ്രതിപക്ഷ നേതാവിനോ തിരിയുന്ന കണക്കല്ല CPM എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തമായ ഒരു സംഘടനാ ചട്ടക്കൂടുള്ള പാർട്ടിയാണ്. CPMൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കുക, സർക്കാരിനെ സംരക്ഷിക്കുക എന്നുള്ളത് ബ്രാഞ്ച് കമ്മിറ്റി തൊട്ട് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് തൊട്ട് പോളിറ്റ് ബ്യൂറോ ഉള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും PV അൻവറിനെ പോലുള്ള ഒരാളുടെ ഒരു ഉയർത്തിവിടുന്ന ഒരു രാഷ്ട്രീയ ആരോപണത്തിന്റെ പുറത്ത് ഒരു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാൻ പോയാൽ CPMന്റെ തന്നെ പല MLAമാരും അല്ലെങ്കിൽ പലതരത്തിലുള്ള നേതാക്കന്മാരും ഇതേ തരത്തിൽ നാളെ സംഘടനാപരമായ വിമർശനവുമായി വരും. പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അൻവർ ഒരിക്കലും ഒരു പാർട്ടിയുടെ MLA അല്ല. അൻവർ CPMന്റെ ഒരു സ്വതന്ത്ര MLA മാത്രമാണ്. പക്ഷെ അൻവറിനെ
താലോലിക്കുകയും പാല് കൊടുക്കുകയും ചെയ്തത് വഴി CPM വലിയ ക്രൈസിസിലാണ് എത്തിപ്പെട്ടതെന്നുള്ളൊരു യാഥാർത്ഥ്യം. സ്വാഭാവികമായിട്ടും അത് പിണറായി സർക്കാരിന്, പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ CPM-നെതിരെയോ നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഒന്നും CPM പോലുള്ള ഒരു പാർട്ടിയിൽ അത് അത് ഒരിക്കലും അൻവറിന്റെ ആ ടാർഗറ്റ് നടക്കില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ CPM-നെ സംബന്ധിച്ച് പറഞ്ഞാൽ അവര് സംഘടനാപരമായും LDF പരമായും ഒക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പൊ CPI ഉയർത്തുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയർത്താൻ RJD-യും CPI-യും ഉയർത്തുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഒഴിച്ചാൽ ഈ LDF സംവിധാനത്തിനകത്ത് പിണറായി വിജയനെ ഒരു 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 ശക്തമായി വിമർശിക്കാൻ അല്ലെങ്കിൽ ശക്തമായി ചോദ്യം ചെയ്യാൻ ഒരു നേതൃത്വം ഇല്ല എന്നുള്ളത്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എന്നിലും അങ്ങനൊരു ഇതില്ല. പിന്നെ UDF-നെ സംബന്ധിച്ച് പറഞ്ഞാൽ UDF-ന് അറിയാം ഇത് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ UDF-ന് ഗുണകരമാവും എന്നുള്ളത് വ്യക്തമായിട്ട് UDF-ന് അറിയാം. അതുകൊണ്ട് തന്നെ UDF ഒരിക്കലും ഇതിനകത്ത് UDF കൈയും കെട്ടി നോക്കിയിരിക്കുക എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സേഫ്. കാരണം CPM-നകത്തിലെ ഇന്റേണൽ മാറ്റേഴ്സ് ആണ്, CPM-ന്റെ ഒരു MLA ആണ്. അപ്പൊ UDF-ന് ഒരിക്കലും ഇതിനകത്തുള്ള ഒരു പ്രത്യേകിച്ച് യാതൊരുമില്ല. അവരുദ്ദേശിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഇതിനകത്ത് നിന്ന് അവർക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ PV അൻവർ എത്ര തന്നെ ശ്രമിച്ചാലും CPM-ൽ പിണറായി വിജയന്റെ അപ്രമാദിത്വം ഇനിയും തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നന്ദി സർ.